വിഴിഞ്ഞം ഓഹരി കൈമാറ്റം മന്ത്രിസഭ ചർച്ച ചെയ്തോ എന്ന് മുഖ്യമന്ത്രി CPI കമ്മിറ്റി അംഗം വകുപ്പുകളും കയ്യിലുണ്ടായിട്ടും ബന്ധപ്പെട്ട മന്ത്രി അറിഞ്ഞില്ലെന്ന് പറയുന്നത് ഗുരുതര വീഴ്ചയാണ്. കരാർ പ്രകാരം MSC കമ്പനിക്ക് വിഴിഞ്ഞത്തെ 49% ഓഹരി വാങ്ങാൻ കഴിയില്ല. പോർട്ടിന്റെ ഓഹരിയല്ല കൈമാറുന്നത് എന്ന മുഖ്യമന്ത്രിയുടെ വാദത്തിൽ കാര്യമില്ലെന്നും തോമസ് ഐസക് പറഞ്ഞു. കേൾക്കാം. പോർട്ടിന് പ്രത്യേകിച്ച് ഷെയറില്ല. പോർട്ടുമായി ബന്ധപ്പെട്ട് 2 കമ്പനികളാണ് ഉള്ളത്. ഒന്ന് കേരള സർക്കാരിന്റെ വിസിൽ, അവര് ഡ്രെഡ്ജിങ്ങും അവിടുത്തെ ബ്രേക്ക് വാട്ടർ നിർമ്മാണം നടത്താൻ ചുമതലപ്പെട്ടവരാണ്. രണ്ടാമത്തത് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ്, അതിനാണ് പോർട്ടിന്റെ നടത്തിപ്പ്. അവരാണ് പോർട്ടിന്റെ ഉപകരണങ്ങൾ വാങ്ങുന്നതും നിർമ്മിക്കുന്നതും. അതേ ഉള്ളൂ. എങ്ങനെയാണ് മുഖ്യമന്ത്രി VD സതീശൻ പോർട്ടിന്റെ ഓഹരിയല്ല കൈമാറുന്നതെന്ന് പറയുന്നത്? ഇതാരാദ്യം അറിഞ്ഞു എന്നുള്ളത് തർക്കമൊന്നും അല്ലാട്ടോ പ്രശ്നം. വ്യക്തമായിട്ടുള്ള ഉത്തരം പറയണം. നിങ്ങളുടെ എംപവേർഡ് കമ്മിറ്റി ക്ലോസ് ചെയ്തോ? കേരളത്തിന്റെ ക്യാബിനറ്റ് ഇത് ചർച്ച ചെയ്തോ? ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള മറുപടി കേരളത്തിന് നൽകാൻ മുഖ്യമന്ത്രി തയ്യാറാവുന്നു. 3 പത്രങ്ങളിൽ വാർത്ത വന്നിട്ടും അദാനിയുടെ ഓഹരി കൈമാറ്റ ചർച്ച മുഖ്യമന്ത്രി അറിയാത്തത് ദുരൂഹമാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ശ്രദ്ധിക്കേണ്ട വാർത്ത അവരെ അറിയിക്കാൻ PRDയിൽ പ്രത്യേക സംവിധാനമുണ്ട്. മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ മാത്രം സെക്രട്ടേറിയറ്റിൽ മുതിർന്ന 3 ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോഴാണ് ജൂൺ 1, 3, 5 തീയതികളിൽ ദേശാഭിമാനി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ അറിഞ്ഞില്ലെന്ന് മുഖ്യമന്ത്രി പറയുന്നതെന്നും തോമസ് ഐസക് ചൂണ്ടിക്കാട്ടി. റഹീസ് റഷീദ് ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. റഹീസ്, ഇന്ന് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു. ഒന്നുകിൽ VD സതീശൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഹോംവർക്കും നടത്തിയിട്ടില്ല, ഇനി അല്ല എന്നുണ്ടെങ്കിൽ അദാനിക്ക് വേണ്ടി നന്നായി പഠിച്ചു എന്നും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിന് ശേഷം തോമസ് ഐസക് ഇന്ന് വിമർശിക്കുന്നതും ചൂണ്ടിക്കാട്ടുന്നതും എന്തൊക്കെയാണ് റഹീസ്? റോഷ്നി, തോമസ് ഐസക് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അദാനിയുടെ കയ്യിലുള്ള ഓഹരിയിൽ നിന്ന് 49% കൊടുക്കുന്നു എന്നാണ് പൊതുവായി ചർച്ചയുള്ളത്. ആ ചർച്ചയ്ക്ക് എന്തടിസ്ഥാനമാണുള്ളത്? അദാനിയുടെ കയ്യിൽ ഇത്ര ഓഹരി, വിസിലിന്റെ കയ്യിൽ ഇത്ര ഓഹരി എന്നൊന്നില്ല. ആ ഓഹരി അത് മുഴുവൻ സംസ്ഥാന സർക്കാരിന്റെ അധീനതയിലുള്ളതാണ്. അവിടുത്തെ ഡെവലപ്മെന്റും 40 വർഷത്തേക്കുള്ള നടത്തിപ്പും മാത്രമാണ് അദാനിക്ക് എന്ന കാര്യമാണ് CPIഎമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ തോമസ് ഐസക് പറയുന്നത്. മറ്റൊന്ന്, മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച മുമ്പ് വാർത്തകൾ വന്നിട്ടും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നതിലും പലതരത്തിലുള്ള ദുരൂഹതകളുണ്ട്. സാധാരണഗതിയിൽ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റിൽ സ്ക്രൂട്ടണി എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവർക്ക് അവരുടെ ജോലി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് വിവിധ മാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങൾ അതാത് വകുപ്പുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതാണ്. അതിൽ ഇടപെടേണ്ട കാര്യമുണ്ടെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അവിടെ ഒരു ഇൻഫർമേഷൻ ഓഫീസർ, ഒരു അസിസ്റ്റന്റ് എഡിറ്റർ, ഒരു അസിസ്റ്റന്റ് ഇൻഫർമേഷൻ പദവിയിൽ 3 ഉന്നത ഉദ്യോഗസ്ഥർ, മുതിർന്ന ഉദ്യോഗസ്ഥർ ആ പദവികളിലുണ്ട്. അവർ സ്വാഭാവികമായും ജൂൺ മാസം 1-ാം തീയതി എക്കണോമിക്സ് ടൈംസിൽ ഇത് സംബന്ധിച്ച ഓഹരി കൈമാറ്റം സംബന്ധിച്ച വാർത്തകൾ വന്നപ്പോൾ മുഖ്യമന്ത്രിയെ അറിയിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഇനി അന്നറിയിക്കാൻ പറ്റിയില്ലെങ്കിൽ 3-ാം തീയതി മാതൃഭൂമിയിലും 5-ാം തീയതി ദേശാഭിമാനിയിലും വന്നപ്പോൾ ഉറപ്പായും PRD ഡയറക്ടർ വഴി മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയെ അറിയിക്കേണ്ടതാണ്. അങ്ങനെ ഒന്ന് അറിയിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് വ്യക്തത വരുത്തേണ്ടത്. അങ്ങനെ സാധാരണഗതിയിൽ അത് അറിയിക്കുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടണം, മുഖ്യമന്ത്രി അതിൽ ഇടപെടണം എന്നതാണ് രീതി. ഇനി അങ്ങനെ അറിയിച്ചിട്ടില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ വലിയ വീഴ്ചയായി അതിനെ കണക്കാക്കേണ്ടിയും വരും. ശരി, റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകി.